വ്യൂവേഴ്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഒരു ഫുൾ ഫ്ലെയർ അംബ്രല്ല കട്ട് പാവാടയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു പാവാടയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ 4 മീറ്ററാണ് തുണി എടുത്തിട്ടുള്ളത്. ഇത് അത്യാവശ്യം വീതിയുള്ള തുണിയായതുകൊണ്ടാണ് 4 മീറ്റർ എടുത്തിട്ടുള്ളത്. സാധാരണ നമ്മൾ ഫുൾ ഫ്ലെയർ അംബ്രല്ല കട്ട് പാവാട ചെയ്യുമ്പോൾ 5 മീറ്ററാണ് എടുക്കാറുള്ളത്. ഈ ഒരു പാവാടയുടെ ലൈനിങ് ആയിട്ട് കോട്ടൺ മെറ്റീരിയലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സമ്മർ കൂളിൻ്റെയോ സാറ്റിൻ്റെയോ ലൈനിങ് ഇതേ അളവിൽ തന്നെ വാങ്ങിയിട്ട് ക്രോസ് ആയിട്ട് മടക്കിയിട്ട് കട്ട് ചെയ്തിട്ടാണ് ലൈനിങ് സാധാരണ വെച്ച് കൊടുക്കാറ്. ഇവിടെ ഞാൻ ഈ ഒരു കോട്ടൺ ലൈനിങ്ങാണ് എടുത്തിട്ടുള്ളത്. 4 മീറ്റർ തന്നെ എടുത്തിട്ടുണ്ട്. ഇത് പാനൽ കട്ടായിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഈ ഒരു പാവാടയുടെ അടിവശത്ത് ബോർഡർ പോലെ വെച്ച് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു മെറ്റീരിയൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ക്രോസ് ആയിട്ട് ഒരു 4 അല്ലെങ്കിൽ 5 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തെടുത്ത ശേഷം പീസുകൾ തമ്മിൽ ജോയിൻ ചെയ്തെടുത്തിട്ടാണ് അടിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു പാവാട ദാവണി സെറ്റിൻ്റെയാണ്. അപ്പോൾ ദാവണിക്ക് വേണ്ടിയിട്ട് ഞാൻ ജോർജറ്റിൻ്റെ മെറ്റീരിയൽ 2.5 മീറ്റർ എടുത്തിട്ടുണ്ട്. ഈ ഒരു കളറിലാണ് ദാവണിയുടെ ഷോൾ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സൈഡിൽ വെച്ച് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ലേസും എടുത്തിട്ടുണ്ട്. ഇത് 4 സൈഡിലും നമുക്ക് ഈ ഒരു ഷോളിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഈ ഒരു പാവാടയുടെ കട്ടിങ് നമുക്ക് ആദ്യം തന്നെ പേപ്പറിൽ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. അതേപോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു തുണിയും മടക്കിയിട്ടിട്ട് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ന്യൂസ് പേപ്പർ രണ്ട് ഷീറ്റുള്ള ന്യൂസ് പേപ്പർ ഇതേപോലെ എടുക്കാം. ഇത് നമ്മൾ ആദ്യം ഇതേപോലെ 2ആയിട്ടാണ് മടക്കിയിട്ടിരിക്കുന്നത്. ഒന്നും കൂടി ഇത് മടക്കിയെടുക്കാം. ഇതേപോലെ 4ആയിട്ട് മടക്കിയെടുക്കാം. ഇനി ഈ ഒരു കോർണറിൽ നിന്നും താഴേക്കാണ് നമ്മൾ ഇതേപോലെ ക്രോസ് ആയിട്ടാണ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ തുണിയുടെ ഈ ഒരു ഫോൾഡഡ് സൈഡ് നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഈ ഒരു മേൽഭാഗത്തെ കോർണറിൽ നിന്ന് നമുക്ക് വേസ്റ്റ് റേഡിയസ് മാർക്ക് ചെയ്തെടുക്കാം. ഹിപ്പ് മെഷർമെൻറ്റിൻ്റെ കൂടെ 2 ഇഞ്ച് ആഡ് ചെയ്ത് കൊടുക്കുക. അത് എത്രയാണോ കിട്ടുന്നത് അതിനെ 6.28 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേസ്റ്റ് റേഡിയസ് ഇവിടെ കിട്ടും. ഇവിടെ 38 ഇഞ്ചാണ് ഹിപ്പ് മെഷർമെൻറ്റ്. അതിൻ്റെ കൂടെ ഞാൻ 2 ഇഞ്ച് ആഡ് ചെയ്ത് കൊടുത്തു. 40 ഇഞ്ച് കിട്ടി. അപ്പോൾ 40നെ 6.28 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ 6.3 ഇവിടെ കിട്ടുന്നത്. നമുക്ക് മേലെയുള്ള കോർണറിൽ നിന്ന് താഴേക്ക് 6.3 ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തു. അവിടെ നമ്മൾ റൗണ്ടായിട്ട് അതേപോലെ മാർക്ക് ചെയ്തെടുത്തു. ഇനി ഈ ഒരു സ്കേർട്ടിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തെടുക്കാം. സ്കേർട്ടിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു വേസ്റ്റ് റേഡിയസ് മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്നും താഴോട്ടേക്കാണ് ലെങ്ത്ത് മാർക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് 41 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തെടുക്കാം. അതപ്പോൾ നമ്മൾ ടേപ്പ് നീക്കി വെച്ച് കൊടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതല്ല നമ്മൾ ആ ഒരു ടോപ്പ് കോർണറിൽ നിന്നാണ് മാർക്ക് ചെയ്യുന്നതെങ്കിൽ ആ ഒരു കോർണറിൽ തന്നെ ടേപ്പ് പിടിച്ചിട്ട് ചുറ്റിലും നമുക്ക് താഴെ ഭാഗത്ത് ലെങ്ത്ത് മാർക്ക് ചെയ്യാം. അതിന് 41ൻ്റെ കൂടെ വേസ്റ്റ് റേഡിയസ് ആയിട്ടുള്ള 6.3 കൂടി ആഡ് ചെയ്തിട്ടുള്ള ലെങ്ത്ത് ഇതേപോലെ പിടിച്ചു കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും താഴോട്ടേക്ക് മാർക്ക് ചെയ്തെടുക്കാം. ഇവിടെ എനിക്ക് സ്കേർട്ടിൻ്റെ ലെങ്ത്ത് 42 ഇഞ്ചാണ് വേണ്ടത്. 2 ഇഞ്ചിൻ്റെ ബെൽറ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്കേർട്ട് ലെങ്ത്തിൽ നിന്നും 2 ഇഞ്ച് മൈനസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 40 ഇഞ്ചാണ് കിട്ടുക. അപ്പോൾ ആ 40 ഇഞ്ചിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടി സീം അലവൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സീം അലവൻസ് 1/2 ഇഞ്ച് മേൽഭാഗത്ത് ബെൽറ്റ് ജോയിൻ ചെയ്ത് കൊടുക്കാനും താഴെ ഭാഗത്ത് 1/2 ഇഞ്ച് നമുക്ക് ബോർഡർ സ്റ്റിച്ച് ചെയ്തെടുക്കാനും വേണ്ടിയിട്ടാണ്. അതല്ല അടിവശത്ത് 2ആയിട്ട് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നതെങ്കിൽ 1 ഇഞ്ച് താഴെ ഭാഗത്ത് മാത്രം എക്സ്ട്രാ വേണം. നമുക്ക് 2 പ്രാവശ്യം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണമല്ലോ. മേലെ ഭാഗത്ത് 1/2 ഇഞ്ചും അങ്ങനെ 1.5 ഇഞ്ച് വേണം. ഇവിടെ ഞാൻ അടിവശത്തൊരു ബോർഡർ പോലെ സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല വശത്തേക്ക് മറിച്ചിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 1/2 ഇഞ്ച് മാത്രം മതി. താഴെ ഭാഗത്ത് മേൽഭാഗത്ത് വേസ്റ്റ് ബെൽറ്റ് സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും 1/2 ഇഞ്ച്. അങ്ങനെ സ്കേർട്ട് ലെങ്ത്തിൻ്റെ കൂടെ 1 ഇഞ്ചാണ് തയ്യൽ തുമ്പ് എക്സ്ട്രാ കൊടുത്തിട്ടുള്ളത്. ഇതേപോലെ തുണി മടക്കിയിട്ട് തുണിയിൽ നമുക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. തുണി ഇതേപോലെ 4ആയിട്ട് മടക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു കോർണറിൽ നിന്ന് നമുക്ക് വേസ്റ്റ് റേഡിയസ് മാർക്ക് ചെയ്തെടുക്കണം. ആ ഒരു കോർണറിൽ നിന്നും താഴേക്ക് 6.3 ഇഞ്ചിൽ ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കാം. ഇനി സ്കേർട്ടിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തെടുക്കാം. ആ ഒരു ഭാഗത്ത് നിന്ന് താഴേക്ക് 41 ഇഞ്ച് ലെങ്ത്തിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അളന്നെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ആ ഒരു മേൽഭാഗത്തുള്ള കോർണറിൽ നിന്നാണ് ടേപ്പ് വെച്ചിട്ട് താഴേക്ക് മാർക്ക് ചെയ്തെടുക്കുന്നത്. അങ്ങനെ മാർക്ക് ചെയ്യുന്ന സമയത്ത്
സ്കേർട്ട് ലെങ്ത്തിൻ്റെ കൂടെ വേസ്റ്റ് റേഡിയസ് ആയിട്ടുള്ള 6.3 കൂടി ആഡ് ചെയ്തിട്ട് 47.3 ഇഞ്ചാണ് താഴേക്ക് ഞാൻ മാർക്ക് ചെയ്തെടുക്കുന്നത്. അതേപോലെ ആ ഒരു കോർണറിൽ ടേപ്പ് പിടിച്ചിട്ട് ചുറ്റിലും മാർക്ക് ചെയ്തെടുക്കാം. മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ലൈനിങ് എങ്ങനെയാണ് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കാണാം. ഈ ഒരു സ്കേർട്ടിൽ ഞാൻ കോട്ടൺ ലൈനിങ്ങാണ് വെച്ച് കൊടുക്കുന്നത്. ഈ ഒരു ലൈനിങ്ങിന് വീതി കുറവായിരിക്കും, അതുകൊണ്ട് തന്നെ നമുക്ക് അംബ്രല്ല ടൈപ്പിൽ കട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഞാൻ ഇവിടെ പാനൽ കട്ടായിട്ടാണ് ലൈനിങ് ജോയിൻ ചെയ്തെടുക്കുന്നത്. എ ലൈനിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് സൈഡിൽ കുറച്ച് വീതി കൂട്ടി കൊടുത്താലും മതി. ലൈനിങ് ഇതേപോലെ പാനൽ കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മെയിൻ ഫാബ്രിക്കുമായിട്ട് ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ലൈനിങ്ങിൻ്റെ ലെങ്ത്ത് 40 ഇഞ്ചിലാണ് ഇവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ലൈനിങ് മെയിൻ ഫാബ്രിക്കിൻ്റെ അടിയിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 2 സൈഡ് വശമാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും സെപ്പറേറ്റ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. മേൽഭാഗത്ത് നിന്ന് താഴേക്ക് ഒരു 3.5 ഇഞ്ച് ലെങ്ത്ത് വരെ ഇത് രണ്ടും ചേർത്ത് ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. അവിടെ നിന്നും താഴേക്ക് മെയിൻ ഫാബ്രിക് ആദ്യം ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം അത് ഉള്ളിലേക്കൊന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ലൈനിങ് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്കേർട്ടിൻ്റെ ഒരു സൈഡ് ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും ചേർത്ത് ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഞാനിവിടെ 3.5 ഇഞ്ച് വരെ രണ്ടും ഒരുമിച്ച് ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്നും താഴേക്ക് മെയിൻ ഫാബ്രിക്കും ലൈനിങ്ങും സെപ്പറേറ്റ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. ഈ മറ്റേ സൈഡ് നമ്മൾ ജോയിൻ ചെയ്യുന്നതിന് മുൻപേ വേസ്റ്റ് ബാൻഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തുണി ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു വേസ്റ്റ് ബാൻഡിൻ്റെ അളവിന് കറക്റ്റായിട്ട് ലെങ്ത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ വിഡ്ത്ത് ഞാൻ 5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു സൈഡിൽ 3 ഇഞ്ച് ലെങ്ത്തിൽ ഞാൻ ഓപ്പൺ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ വേസ്റ്റ് ബെൽറ്റ് സ്റ്റിച്ച് ചെയ്യേണ്ട പീസ് എടുത്തിട്ട് ഇതേപോലെ ഈ ഒരു സ്കേർട്ടിൻ്റെ മേൽഭാഗത്ത് നല്ല വശത്ത് വെച്ച് ചുറ്റിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. വേസ്റ്റ് ബാൻഡ് സ്റ്റിച്ച് ചെയ്യേണ്ട പീസ് നല്ല വശത്ത് ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് മുൻപേ നമ്മൾ സൈഡിൽ 3 ഇഞ്ച് ലെങ്ത്തിൽ ഓപ്പൺ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഈ വേസ്റ്റ് ബാൻഡിന് ചെയ്തിട്ടുള്ള ആ ഒരു പീസ് മുതൽ താഴേക്ക് ആ ഒരു ഓപ്പൺ കൊടുക്കുന്നവരെ ഇതേപോലെ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ചുരിദാറിൻ്റെയൊക്കെ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം ഇതേപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ആ ഒരു ഓപ്പണിൻ്റെ എൻഡിൽ വരുന്ന ഭാഗത്ത് സൂചി കുത്തി നിർത്തിയ ശേഷം ഇതേപോലെ തിരിച്ച് മറു സൈഡിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. അപ്പോൾ ഈ ഒരു സൈഡ് ഓപ്പണിൻ്റെ ഭാഗത്ത് നല്ല ഫിനിഷിങ്ങിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേസ്റ്റ് ബാൻഡിൻ്റെ പീസ് ഉൾവശത്തേക്ക് 2 പ്രാവശ്യം ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ആ ഒരു സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്രയാണോ വേസ്റ്റ് ബാൻഡിൻ്റെ വിഡ്ത്ത് വേണ്ടത് അത് കറക്റ്റാണോ എന്ന് നോക്കിയതിന് ശേഷം ഇതേപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്യുക. അതിനുശേഷം ആ ഒരു തയ്യൽ തുമ്പ് കവർ ചെയ്ത് വെച്ചിട്ട് ഈ ഒരു സൈഡ് വഴി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. വേസ്റ്റ് ബാൻഡ് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സൈഡ് നല്ല ഫിനിഷിങ്ങിൽ കിട്ടിയിട്ടുണ്ട്. ഇനി സ്കേർട്ടിൻ്റെ അടിവശമാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. സാധാരണ നമ്മൾ വേറെ ബോർഡറൊന്നും വെക്കുന്നില്ല എങ്കിൽ 2 പ്രാവശ്യം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യുന്നത്. അംബ്രല്ല കട്ട് സ്കേർട്ട് ആയതുകൊണ്ട് തന്നെ ആദ്യം 1/2 ഇഞ്ച് ഫോൾഡ് ചെയ്ത ശേഷം ചുറ്റിലും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിന് ശേഷം വേണം രണ്ടാമതും ഒന്നും കൂടി ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ നമുക്ക് ഫിനിഷിങ് കിട്ടില്ല. ഞാനിവിടെ ഒരു ബോർഡറാണ് അടിവശത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു പീസാണ് ഞാൻ അടിവശത്ത് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അംബ്രല്ല കട്ട് സ്കേർട്ട് ആയതുകൊണ്ട് തന്നെ സ്ട്രൈറ്റ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിവശത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ക്രോസ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. 5 ഇഞ്ച് വീതിയിൽ ക്രോസ് പീസുകൾ ഇതിൽ നിന്നും കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം അത് ജോയിൻ ചെയ്തെടുത്തിട്ടാണ് അടിവശത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇതേപോലെ ക്രോസ് ആയിട്ട് 5 ഇഞ്ച് വിഡ്ത്തിൽ മാർക്ക് ചെയ്തെടുത്ത ശേഷം ആ ഒരു പീസുകളെല്ലാം കട്ട് ചെയ്തെടുത്തിട്ട് ജോയിൻ ചെയ്തെടുക്കാം. ഈ ക്രോസ് പീസുകൾ തമ്മിൽ ജോയിൻ ചെയ്തെടുത്തിട്ട് സ്കേർട്ടിൻ്റെ അടിവശത്ത് എത്ര ലെങ്ത്തിലാണോ വേണ്ടത് അതിനനുസരിച്ച് ഇതേപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ബോർഡർ പീസിൻ്റെ നല്ല വശത്ത് സ്കേർട്ട് പീസ് എടുത്ത് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഈ ഒരു സൈഡ് വഴി ആദ്യം ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം.
ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ഈ ഒരു ബോർഡർ പീസ് നല്ല വശത്തേക്ക് ഇതേപോലെ തിരിച്ചിട്ടിട്ട് ഈ ഒരു അടിവശത്ത് ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. ചുറ്റിലും അതേപോലെ ഒരു ടോപ്പ് സ്റ്റിച്ച് അടിവശത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഫിനിഷിങ്ങിൽ ആ ഒരു ഭാഗം കിട്ടും. അതിന് ശേഷമാണ് നമ്മൾ മേൽഭാഗത്ത് 1/2 ഇഞ്ച് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുത്ത ശേഷം 1/2 ഇഞ്ച് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് മേൽഭാഗത്ത് ചുറ്റിലും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ ആ ഒരു മേൽഭാഗത്ത് ഞാനൊരു ഗോട്ട ലേസും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ഈ ഒരു ബോർഡർ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡ് വഴി ഗോട്ട ലേസും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയിൽ ഫിനിഷിങ്ങിൽ ഈ ഒരു ബോർഡർ പീസ് കിട്ടിയിട്ടുണ്ട്. ഇനി വേസ്റ്റ് ഭാഗത്ത് ഇതേപോലെ ഒരു വള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഫുൾ ഫ്ലെയർ അംബ്രല്ല സ്കേർട്ടിൻ്റെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇതൊരു ദാവണി സെറ്റിൻ്റെ സ്കേർട്ടായിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ബ്ലൗസ് ഞാൻ ഒരു പഫ് സ്ലീവായിട്ടുള്ള വീനക്ക് ക്രോപ്പ് ടോപ്പാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിന് മുന്നേ 2-3 വീഡിയോയിൽ പഫ് സ്ലീവ് ബ്ലൗസസും വീനക്ക് ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ബ്ലൗസ് സ്റ്റിച്ചിങ് വീഡിയോ കാണിക്കാത്തത്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.